കർത്താവ് നമുക്ക് ഒരു പുതിയ സൃഷ്ടി, പ്രിയപ്പെട്ടവരെ, വസ്ത്രങ്ങളല്ല, ഭവനമല്ല, പുതിയ ആഭരണമല്ല, വാഹനമല്ല, എന്തോ ഒരു കാര്യം നമുക്ക് വേണ്ടി പുതിയത് തരാൻ പോകുന്നു. നിന്നെ മുഴുവനായും കർത്താവ് പുതിയതാക്കി തീർക്കാൻ പോകുന്നു. God is going to make you new and fresh. പുത്തൻ ഒരു ഉരുപ്പടിയാക്കി, പുത്തൻ ഒരു സൃഷ്ടിയാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുന്ന കാര്യമാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പഴയത് കടന്നുപോയി, പഴയതിന് സ്ഥാനമില്ല, പഴയതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട. പഴയത് കടന്നുപോയി. പഴയ മനുഷ്യൻ അവന്റെ ദുരാഗ്രഹങ്ങളോടുകൂടെ അത് കടന്നുപോയി. ഇതാ പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യൻ ആദമാണ്. അവൻ മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവനാണ്, മണ്ണിന്റെ ഗുണങ്ങളുള്ളവനാണ്, ഭൗമികനാണ്. പഴയത്. പുതിയ മനുഷ്യൻ അവൻ മണ്ണിൽ നിന്നെടുത്തതല്ല, അവൻ വചനത്തിൽ നിന്നെടുത്തതാണ്. അവൻ വചനമായിരുന്നു. വചനമാണ് മാംസമായത്, മണ്ണല്ല. അവൻ സ്വർഗീയ മനുഷ്യനാണ്. ഇനി ഈ സ്വർഗീയ മനുഷ്യൻ ഭൗമിക മനുഷ്യനായ നിന്നെ സ്വർഗീയ മനുഷ്യനാക്കി തീർക്കുന്ന പ്രക്രിയയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. നീ മണ്ണിന് ചേർന്ന വിധത്തിൽ ചിന്തിക്കുകയല്ല, നീ വിണ്ണിന് ചേർന്ന വിധത്തിൽ ചിന്തിക്കാൻ പോകുന്ന ഒരു സമയം. നീ ഭൂമിക്ക് ചേർന്ന ഒരു മനുഷ്യനായി ജീവിക്കുകയല്ല, നീ സ്വർഗത്തിന് ചേർന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ തക്ക വിധം നിനക്ക് ഒരു മാറ്റമുണ്ടാക്കുന്ന പുതിയ സൃഷ്ടി. പഴയത് കടന്നുപോയി. പഴയതിന്റെ നിയമങ്ങൾ പറഞ്ഞിനി വരണ്ട. പണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയണ്ട. നമ്മളൊക്കെ ലോവർ ഇമോഷൻസ് ഉള്ള മനുഷ്യരാണെന്ന് പറയണ്ട. നമുക്ക് ഇനി സ്വർഗീയമായ ഒരു ഐഡന്റിറ്റിയും സ്വർഗീയമായ ഒരു ഡെസ്റ്റിനിയും ഉണ്ടെന്ന്